നമ്മൾ ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. നീ വ്യാജനോ ആണെങ്കിൽ കർത്താവ് നിന്നെ കാഞ്ഞിരം തീറ്റും വിഷം കുടിപ്പിക്കും എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഗൗരവമുള്ള ഒരു കാര്യമാണെന്നും ഈ ശിക്ഷാ നടപടി വളരെ വലുതാണ് എന്നുള്ളത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ദമ്പതിമാര് അവർ സംസാരിച്ചു വന്നപ്പോൾ ഭർത്താവ് പറഞ്ഞൊരു കാര്യം, ഇവൾ പറഞ്ഞൊരു കാര്യം പച്ച കള്ളമാണെന്ന് ഞാൻ തെളിവ് സഹിതം അത് സ്ഥാപിച്ചു. ഇങ്ങനെ സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞൊരു കാര്യം, അരേ നിങ്ങൾ ഒരുപാട് നുണ പറയുന്നുണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാനും അങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞത്. ചിലരെ കാണാൻ സാധിക്കും, നുണ പറയുന്നത് ശീലമാക്കിയിരിക്കുന്ന വ്യക്തികളുണ്ടാകാം, കള്ളത്തരം കാണിക്കുന്നത് ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്ന വ്യക്തികളുണ്ടാകാം. ജെറമിയ 23 അധ്യായം അതിന്റെ 15 വചനം എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇങ്ങനെയുള്ള വ്യാജ പ്രവചനങ്ങള് കള്ളത്തരങ്ങള് കൂടപ്പുറപ്പാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ കാഞ്ഞിരം തീറ്റും, ഞാൻ നിന്നെ വിഷം കുടിപ്പിക്കും എന്ന ആ ഒരു സത്യമാണ്. നമുക്കിത് മനസ്സിൽ വെച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ കണ്ടെത്താം. ഒന്നാമത്തെ കാര്യം, ചിലരെ കാണാൻ സാധിക്കും അവര് നന്നേ ചെറുപ്പത്തില് നുണ പറയുന്ന ശീലം എന്തോ മാനുഫാക്ചർ ഡിഫക്റ്റ് പോലെയാണ്. നന്നേ ചെറുപ്പത്തില് ഒരുപക്ഷെ മാതാപിതാക്കളിൽ നിന്നും അവരിലേക്ക് വന്നിരിക്കുന്ന ചില വൈകൃതങ്ങളായിരിക്കാം. നുണ പറയുന്ന വൈകൃതമുള്ളവർക്ക് മക്കളുണ്ടായാലും അവരുടെ വരും തലമുറയ്ക്കും ഒക്കെ അങ്ങനത്തെ ചില വൈകൃതങ്ങൾ ഉണ്ടാകാം എന്നുള്ളത് നാം തിരിച്ചറിയണം. സങ്കീർത്തനം 58 3 വചനം ഇക്കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ജനനം മുതൽ നുണ പറയുന്നവരുണ്ടാകാം. ഇനി അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവർ സഞ്ചരിക്കുന്നത് അബദ്ധത്തിലാണ്. അബദ്ധ സഞ്ചാരം, നേരായ മാർഗത്തിലല്ല, രക്ഷയുടെ മാർഗത്തിലല്ല അവർ സഞ്ചരിക്കുന്നത്, അബദ്ധത്തിലാണ് എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. സങ്കീർത്തനം 63 11 വചനം പറയാണ്, നുണയരുടെ വായ അടഞ്ഞു പോകും, അവരുടെ വായ അടഞ്ഞു പോകും. അതിന്റെ കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് നുണ പറയുന്ന അവരുടെ ശീലം. സങ്കീർത്തനം 101 7 വചനം കൂടി എടുത്താൽ അവിടെ പറയുന്നുണ്ട്, നുണ പറയുന്നവർക്ക് ദൈവസന്നിധിയിൽ തുടരാനാവില്ല. കർത്താവിനെ നഷ്ടപ്പെടുത്തിയിട്ട് നമ്മൾ എത്രമാത്രം സമ്പത്തുണ്ടാക്കിയിട്ടും സുഖസൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? നുണ പറയുന്നവർക്ക്, കള്ളത്തരം കാണിക്കുന്നവർക്ക് ദൈവസാന്നിധ്യം നഷ്ടപ്പെടും. ദൈവത്തിന്റെ സന്നിധിയിൽ അവർക്ക് തുടരാനാവില്ല എന്ന് ഈ വചനഭാഗം ഓർമ്മിപ്പിക്കാൻ. സുഭാഷിതങ്ങൾ 19 22 വചനം പറയുന്നത്, ദരിദ്രൻ നുണയനേക്കാൾ ഭേദമാണ്. നമ്മൾ അതുകൊണ്ട് ഈ അസത്യത്തിലൂടെ വ്യാജത്തിലൂടെ പേരും പ്രശസ്തി ഉണ്ടാക്കിയാലും സമ്പത്തുണ്ടാക്കിയാലും അതിന് വിലയില്ലെന്ന് കർത്താവിന്റെ കണ്ണുകളിൽ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദരിദ്രനാണ് നുണയനേക്കാൾ ഭേദം. പ്രഭാഷകൻ 20 24 25 വചനങ്ങൾ എടുക്കുമ്പോൾ കള്ളൻ നുണയനേക്കാൾ ഭേദമാണ്. തുടർന്ന് വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുകയാണ്, രണ്ടുപേരുടെയും അന്ത്യം നാശം തന്നെയാണ്. ജ്ഞാനം 1 അധ്യായം 11 വചനം പറയുന്നുണ്ട്, നുണ വരുത്തുന്ന നാശം വൻ നാശമാണ്. നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആത്മാവ് നശിച്ചിട്ട് നമുക്ക് എത്ര സൗന്ദര്യമുള്ള ശരീരം ഉണ്ടായിട്ട് എന്ത് കാര്യം? ആത്മാവ് നശിച്ചിട്ട് നമുക്ക് കോടികളുടെ ആസ്തി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? മത്തായി 16:26 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അവൻ എന്ത് നേടി? പ്രഭാഷകൻ 20 26 വചനം കൂടി എടുത്താൽ, നുണ പറയുന്ന പ്രവണത അപകീർത്തി വരുത്തും. അപകീർത്തി, നമുക്കാണെങ്കിലും മറ്റുള്ളവർക്കും അപകീർത്തി വരുത്തുന്ന ഒന്നാണ് നുണ പറയുന്ന പ്രകൃതി. നമ്മള് സൽകീർത്തിയാണ് ലക്ഷ്യം വെക്കേണ്ടത്. സൽകീർത്തിയിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് എന്നുള്ള യാഥാർത്ഥ്യം ഒരിക്കലും മറക്കരുത്. രണ്ടാമത്തെ കാര്യം, കാപഠ്യം കർത്താവ് വെറുക്കുന്ന കാര്യമാണ്. സങ്കീർത്തനം 119 113 വചനം, കപടനാട്യക്കാരെ കർത്താവ് വെറുക്കുന്നു. മത്തായി 23 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, കപടനാട്യക്കാരായ നിയമജ്ഞരെ പരിസേരെ നിങ്ങൾക്ക് ദുരിതം. നിങ്ങള് ചില കാര്യങ്ങളെല്ലാം തുളസി, തലകുപ്പ, ജീരകം അവയ്ക്ക് പോലും ദശാംശമൊക്കെ കൊടുക്കുന്നവരാണ്. പക്ഷേ കപടനാട്യക്കാരെ, അതുകൊണ്ട് നിങ്ങൾക്ക് ദുരിതം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗലാത്യർ 6:7 മുതൽ വായിച്ചാൽ ദൈവത്തെ ആർക്കും കബളിപ്പിക്കാൻ പറ്റില്ല. ദൈവം ഹൃദയം പരിശോധിക്കുന്ന, ഉദ്ദേശശുദ്ധി അറിയുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ദൈവത്തെ കബളിപ്പിക്കാൻ ആർക്കും പറ്റില്ല എന്നുള്ളത് കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. റോമാലേഖനം 12:3 വായിച്ചാലോ പൗലോസ് പറയാണ്, ഉള്ളതിനേക്കാൾ കൂടുതൽ മേന്മ ആരും ഭാവിക്കരുത്. ഇത് ഒരു കാപഠ്യമാണ്. ഇല്ലാത്ത നന്മ ഉണ്ടെന്ന് ഭാവിക്കുന്നത്, അതല്ലെങ്കിൽ തെറ്റായ മാർഗത്തിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കാൻ നോക്കുന്നത്, അത് കാപഠ്യമാണ് എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുക. ജോബിന്റെ പുസ്തകം 13 അധ്യായം 7 വചനം കൂടി എടുത്താലോ, ചിലരിന്ന് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ദൈവത്തിന് വേണ്ടിയാണ്, ദൈവനാമത്തിലാണ്, ദൈവത്തെ ഓർത്തിട്ടാണ് എന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ ജോബിന്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ദൈവത്തിന് വേണ്ടി എന്ന് പറഞ്ഞോ ദൈവനാമത്തിലോ വ്യാജം പറയുന്നത്, വ്യാജം പ്രവർത്തിക്കുന്നത് കർത്താവിന് സ്വീകാര്യമല്ല.
നമുക്ക് ഗുണപ്രദമാകില്ല എന്ന് കൃത്യമായിട്ട് വചനത്തിൽ നമ്മൾ കാണുന്നു. അവസാനമായി നമ്മൾ ചിന്തിക്കുന്നത് വ്യാജ പ്രവചനം എന്ന് പറയുന്നത് ഒരു ക്രൂര വിനോദമാണ്. ക്രൂര വിനോദം. അതുകൊണ്ട് തന്നെ അതിനുള്ള ശിക്ഷ കേട്ടാൽ ചെവി ധരിക്കും. 2 ദിനവൃത്താന്തം 18:21 മുതൽ വായിക്കുമ്പോൾ, പ്രവാചകന്മാരുടെ അധരത്തിൽ പോലും നുണയുടെ ദുരാത്മാവ് കുടിയിരിക്കാം. പ്രവാചകന്മാര് വളരെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ മാത്രമല്ല, നമ്മള് കള്ളനാണയം നല്ല നാണയത്തിൽ നിന്ന് വേർതിരിച്ച് കാണാനുള്ള പരിശ്രമം നടത്തുന്നില്ലെങ്കിൽ നമ്മളും കബളിപ്പിക്കപ്പെടാം. പ്രവാചകന്മാരുടെ അധരത്തിൽ പോലും നുണയുടെ ദുരാത്മാവ് കുടിയിരുന്ന് വ്യാജം പ്രവചിപ്പിക്കുന്നതിനെ കുറിച്ച് 2 ദിനവൃത്താന്തം 18:21 മുതൽ വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ ജെറമ്യാ 23-ാം അധ്യായം അതിന്റെ 16 മുതൽ 21 വരെയുള്ള വചനഭാഗം വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. സ്വാർത്ഥ താല്പര്യത്തോടെ സ്വന്തം തോന്നലുകൾ ദൈവത്തിന്റെ സന്ദേശമായിട്ട് കൊടുത്ത് ജനങ്ങൾക്ക് വ്യാമോഹം നൽകുന്നത് അത് ഗൗരവമുള്ള ഒരു പാപമാണ്. ജെറമ്യാ 23:15 വചനത്തിൽ ഇതിനുള്ള ശിക്ഷാ നടപടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ ഞാൻ കാഞ്ഞിരം തീറ്റും, നിങ്ങളെ ഞാൻ വിഷം കുടിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സക്കറിയ 5:1 മുതൽ 4 വരെ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, കള്ളന്മാര്, വ്യാജം ജീവിക്കുന്നവര്, വ്യാജം പ്രചരിപ്പിക്കുന്നവര്, അങ്ങനെയുള്ളവർക്ക് കിട്ടാവുന്ന ശിക്ഷ വളരെ വലുതാണ്. അവരുടെ കുടുംബം പോലും തകർന്ന് തരിപ്പണമാകും. അവസാനമായിട്ട് സക്കറിയ 13:3 വചനം എടുത്താലോ, വ്യാജം പ്രവചിക്കുന്നവരെ കുറിച്ച്. അങ്ങനെയുള്ളവർക്ക് ജന്മം കൊടുത്ത അവരുടെ മാതാപിതാക്കൾ തന്നെ അവരെ പോയി വധിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പാപം ഗൗരവമുള്ളതാണ്. ഇതിന് കിട്ടാവുന്ന ശിക്ഷ അതിഭയാനകമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. വ്യാജ പ്രവാചകന്മാരുടെ മാനസാന്തരം ഒരു കോമൺ നിയോഗമായിട്ട് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹപ്രദമായ ഒരു നോമ്പുകാലം കൂടി ഞങ്ങൾക്ക് നൽകിയ നല്ല ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. പാപം മൂലം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും പ്രപഞ്ചത്തിന് പോലും വന്നുപോയ എല്ലാ വൈകൃതങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും ആത്മീയ സമ്പത്തുള്ളവരാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഇന്നത്തെ ഞങ്ങളുടെ അവസ്ഥ ഏറ്റെടുത്ത് ഞങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ അങ്ങ് സാധിച്ചു തരികയും ചെയ്യണമേ. ആമേൻ. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നമ്മുടെ കുടുംബത്തിന്റെയും നമ്മുടെയും ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കുന്നെങ്കിൽ മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമ്മൾ ഒന്നിക്കും. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.